രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കാണുന്നത് നല്ല മഴയാണ്. എനിക്കാണെങ്കിൽ പയർ കഞ്ഞി കുടിക്കാനാണെങ്കിൽ ഭയങ്കര ആഗ്രഹം. പക്ഷേ വിശപ്പിന് ഇത് വല്ലതും അറിയണോ? അങ്ങനെ ഫ്രിഡ്ജിലിരുന്ന ജാക്ക് ഫ്രൂട്ട് എടുത്ത് ഞാൻ കഴിച്ചു കേട്ടോ. ഇവിടെ ജാക്ക് ഫ്രൂട്ട് ഭയങ്കര വിലയായി. ഈ ഒരു കുഞ്ഞു ബോക്സിന് തന്നെ $4.90 എങ്ങാണ്ടോ ആയി. നമ്മുടെ നാട്ടിൽ ഇത്രയും വിലയ്ക്ക് ഒരു ചക്ക മൊത്തത്തിൽ പോലും ആൾക്കാർ മേടിക്കത്തില്ല. പിന്നെ നാട്ടിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുമ്പോഴത്തേനും ഇച്ചിരി ക്രേവിംഗ് ഒക്കെ തോന്നുമല്ലോ, അങ്ങനെ മേടിച്ചതാണ്. പിന്നെ എന്തായാലും നമുക്ക് പയർക്കഞ്ഞി കുടിക്കാൻ ആഗ്രഹം തോന്നിയല്ലേ, അപ്പോൾ വേണ്ടാന്ന് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പയർക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ മാങ്ങ അച്ചാറും കൂടെ ആയിരുന്നു ഞാൻ കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ എൻ്റെ റൂംമേറ്റ് കോച്ചാണെങ്കിൽ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേനും ബീഫ് അച്ചാർ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതെന്തായാലും പൊട്ടിച്ചിട്ട് കഞ്ഞീരെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കഞ്ഞിയും ബീഫ് അച്ചാറും നല്ല കോമ്പിനേഷനൊന്നും അല്ലായിരുന്നു. എന്നാലും ഞാനൊന്ന് കഴിച്ചു നോക്കിയാലല്ലേ ഇത് നല്ല കോമ്പിനേഷനാണെന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ കഞ്ഞിയും ആ മുമ്പുണ്ടായിരുന്ന മാങ്ങ അച്ചാറും വെച്ച് കഴിച്ചപ്പോഴായിരുന്നു കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നത്. വൈകിട്ടൊക്കെ ആയപ്പോഴത്തേനും പൂരി ഉണ്ടാക്കാൻ തോന്നി. അങ്ങനെ ഞാൻ കുഞ്ഞു കുഞ്ഞു പൂരിയില്ലേ അതുണ്ടാക്കി. പിന്നെ അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് റോസ്റ്റും ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു കട്ടനും കൂടെ ഇട്ട് ഒരു ആഡംബരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. കുറേ നാളായി പൂരിയൊക്കെ കഴിച്ചിട്ട് കൊതി വന്നിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ എന്തായാലും ഇച്ചിരി കഷ്ടപ്പാടാണെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്.